നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചതുരമുല്ലയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടി. ഒലിയേസി കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം മിക്സോപാരം സെറാറ്റലം എന്നാണ്. ഹേമമാലതി, ചതുർധാരലത എന്നീ സംസ്കൃത നാമങ്ങളിൽ ഇത് അറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. ബലമുള്ള വള്ളികളോടുകൂടിയ സുഗന്ധപൂരിതമായ ഒരു നിത്യഹരിത സസ്യമാണിത്. ഇതിൻ്റെ തണ്ടുകൾക്ക് ചതുരാകൃതിയാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ ഇലകൾ കടും പച്ച നിറത്തിലായിരിക്കും. ദീർഘവൃത്താകൃതിയിലുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഇലകളുടെ അറ്റം കൂർത്തിരിക്കുന്നതാണ്. ഇലകളുടെ ഇരുവശങ്ങളും ദന്താതുരങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ചെറിയ ഇലകൾക്ക് ചുവപ്പും തവിട്ടും കലർന്ന നിറത്തിലാണ് ഇത് കാണപ്പെടുന്നത്. മഞ്ഞ നിറമാണ് ചതുരമുല്ലയുടെ പൂക്കൾക്കുള്ളത്. കുലകളായിട്ടാണ് അത് കാണാറുള്ളത്. ഇതിൻ്റെ ശാഖാഗ്രത്തിൽ പൂങ്കുലകളായിട്ടാണ് ഇത് വിന്യസിച്ചിരിക്കുന്നത്. ഫലം ഗോളാകാരത്തിലാണ് കണ്ടുവരുന്നത്. 2 കായകളാണ് ഒരു ഫലത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകാറ്. ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ്. ആന്ത്രാസിനീഡിയോൺ എന്ന രാസഘടകമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. ഈ മുല്ലയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. നല്ല സുഗന്ധമുള്ളതാണ്. ഇതിന് ഈ വയറുവേദനയ്ക്ക്, പ്രത്യേകിച്ച് ഈ വയറ് കാളിച്ച ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇടയ്ക്ക് വയറ് കാളിച്ച എന്ന് പറയും. അതുകൊണ്ട് ഈ ആസിഡിറ്റി കൊണ്ട് നിന്നുള്ള വയറ് കാളിച്ച ഇതിൻ്റെ ഈ മുല്ലപ്പൂ ഉണക്കി പൊടിച്ച് തേനിൽ ചാലിച്ചു കൊടുത്താൽ മതി. വേണമെങ്കിൽ വെണ്ണയിൽ ചാലിച്ചും കൊടുക്കാം. എന്നാൽ വയറ് കാളിച്ച ഈ വയറിലുണ്ടാകുന്ന എരിച്ചില പുകച്ചിലൊക്കെ മാറും. പിന്നെ ഇത് സമൂലം കഷായം വെച്ച് ഈ സന്ധി വേദനയ്ക്ക് അല്ലെങ്കിൽ വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ ധാര ചെയ്ത് കഴിഞ്ഞാൽ, ഇളഞ്ചുടുക്കുന്ന ധാര ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വേദന ശമിക്കുന്നതാണ്. പിന്നെ ഇതിട്ടിട്ട് മൂപ്പിച്ച വെളിച്ചെണ്ണ തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഈ താരനില്ലാണ്ടാവും.